CPM നേതാവ് കെ അനിൽകുമാർ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നത്. ശ്രീ അനിൽകുമാർ, സർക്കാരിന്റെ മുന്നിലേക്ക് ഒരു അപേക്ഷ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിനു മുൻപും ആ അപേക്ഷ വന്നിരുന്നു. അന്ന് സർക്കാർ അനുകൂല നിലപാട് എടുത്തിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ബെവ്കോ ഇതേ സമാനമായ രീതിയിൽ മദ്യവിൽപ്പന ഓൺലൈൻ ഡെലിവറിയുമായി അപേക്ഷയുമായി മുന്നോട്ട് വരികയാണ്. ഒരു പാർട്ടി നേതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു ആശയത്തെ കാണുന്നത്? സർക്കാരിന്റെ തീരുമാനം വരാൻ പോകുന്നതേ ഉള്ളൂ, എനിക്കറിയാം, അതല്ല ചോദിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആ രീതിയിൽ താങ്കൾ ഇപ്പോൾ ബെവ്കോ മുന്നോട്ട് വെക്കുന്ന ഈ ആശയത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇതിന് രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ട എന്തെങ്കിലും പ്രശ്നങ്ങളില്ല. ഇല്ല, നമ്മുടെ നാട്ടില് അതായിരുന്നില്ല. അതാ പറയാ രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ട എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളില്ല. നമ്മുടെ നാട്ടിലെ മദ്യ വിപണനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നില ഒരു കാലഘട്ടത്തിലും ഇടതുപക്ഷം സ്വീകരിക്കുന്നതുമല്ല. എന്നാൽ മദ്യ നിരോധനം പ്രായോഗികവുമല്ല. മാത്രമല്ല MDMA അടക്കമുള്ള ലഹരി വസ്തുക്കൾ വ്യാപകമാവുന്ന ഒരു പശ്ചാത്തലത്തിൽ ബിയർ പോലുള്ള കാര്യങ്ങളാവട്ടെ, അതുപോലെ തന്നെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാവട്ടെ, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രണത്തിന് കീഴിൽ ഉപയോഗിക്കപ്പെടുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. അത് അനായാസം എത്ര വേണമെങ്കിലും ലഭ്യമാകുന്ന സാഹചര്യമാണ് കേരളത്തിന്റെ അതിർത്തിയിലില്ല ഉള്ളത്. നമ്മൾ തലശ്ശേരിക്ക് പോകുമ്പോൾ മാഹി വഴി പോയാൽ അതിർത്തിയിൽ എത്ര വേണമെങ്കിലും ലഭിക്കും കുറഞ്ഞ വിലയ്ക്ക്. പക്ഷെ കേരള അതിർത്തിയിൽ വരുമ്പോൾ മാത്രം ഇത് കർശനമാക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായ പ്രശ്നങ്ങളും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കാലാനുസൃതമായി എന്താണ് മാറ്റം വേണ്ടതെന്ന് പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ ആലോചിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നടപ്പാക്കുന്നത് എല്ലാവരുമായി കൂടി ആലോചിച്ച് വേഗണം എന്ന് മാത്രമാണ് നമുക്കുണ്ടാകുന്നത്. ഒരാലോചനയും പാടില്ല എന്നുള്ളത്. ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങളിൽ ഈ മദ്യം ഓൺലൈൻ ഡെലിവറി ഉണ്ട്. അതൊന്ന് പശ്ചിമ ബംഗാൾ ആയിരുന്നു. അതെ, അത്തരം കാര്യങ്ങളില് ആലോചന ഉണ്ടാകുന്നതിൽ തെറ്റില്ല. നിയന്ത്രിതമായ അളവിൽ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാവരും പോയി ക്യൂ നിന്ന് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ, ക്യൂ ഇല്ലാതെ ലഭ്യമാകില്ല എന്നൊരു നിർബന്ധം അടിച്ചേൽപ്പിക്കേണ്ടതുണ്ടോ? ഒരു പരിശോധന അക്കാര്യത്തിലെല്ലാം നടത്തുന്നതിന് തെറ്റൊന്നുമില്ല. പരിശോധിക്കട്ടെ, പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരട്ടെ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ പ്രശ്നമില്ല, പ്രായോഗികതയുടെയാണ് വിഷയം. നിയമത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് പ്രായോഗികമായി എന്ത് ചെയ്യാനാവും എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ശരി, വളരെയധികം നന്ദി ശ്രീ കെ അനിൽകുമാർ സംസാരിച്ചതിന്.